ഹൈബ്രിഡ് സോളാറിൻ്റെ വില എത്രയാണ്? ലോൺ എടുത്ത് ഹൈബ്രിഡ് സോളാർ സ്ഥാപിച്ചാൽ എത്ര വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കും? ആദ്യം തന്നെ എന്താണ് ഹൈബ്രിഡ് എന്ന് നോക്കാം. ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും ചേർന്നാണ് ഹൈബ്രിഡ്. പകൽ സമയം വൈദ്യുതി എക്സ്പോർട്ട് ചെയ്യുകയും അതേസമയം കറണ്ട് പോയാൽ ബാറ്ററിയിൽ നിന്ന് ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. ഹൈബ്രിഡിന് ലിഥിയം ബാറ്ററിയാണോ ലെഡ് ആസിഡ് ബാറ്ററിയാണോ ഏറെ നല്ലത്? ഒരു 5 യൂണിറ്റ് സ്റ്റോറേജുള്ള ലിഥിയം ബാറ്ററിക്ക് ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ ശരാശരി 70,000 രൂപ വില കൂടുതൽ വരുന്നു. ഹൈബ്രിഡിന് ലിഥിയം ബാറ്ററിയാണ് നല്ലത്. ഹൈബ്രിഡ് ഉപയോഗിച്ച് ഒരു എയർ കണ്ടീഷണറും വീട്ടിലെ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. 1 ടണ്ണുള്ള 2 AC-യും വീട്ടിലെ ഉപകരണങ്ങളൂടെ ലിഥിയം ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലെഡ് ആസിഡ് ബാറ്ററിയിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം കൂടുതൽ ഡിസ്ചാർജ് ആയാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫ് കുറയും. ഈ ലിഥിയം ബാറ്ററിക്ക് ശരാശരി ഒരു 10 വർഷത്തെ ആയുസ് ലഭിക്കുന്നു. അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ ഇരട്ടി ലൈഫും ഇരട്ടി സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും 6 ഇരട്ടി വരെ ലിഥിയം ബാറ്ററിക്ക് ലഭിക്കും. ഇതിനാൽ സ്റ്റോറേജിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടിനും ഒരേ വില തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദ്യം തന്നെ ഹൈബ്രിഡിൻ്റെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് നോക്കാം. 5 കിലോവാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ, 100 48 വോൾട്ട് ലിഥിയം ബാറ്ററി, 5 കിലോവാട്ട് സോളാർ പാനൽ. ഇതിന് എന്ത് വില വരും? ശരാശരി 5,80,000 രൂപ. ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഉള്ളതിനാൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ ലഭിക്കുന്ന സബ്സിഡി ഹൈബ്രിഡിനും ലഭിക്കും. ശരാശരി 78,000 രൂപ ലഭിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ ശരാശരി മുടക്കിയാൽ മതിയാകും. പല കമ്പനികൾക്കും പല പ്രൈസുകളായിരിക്കും സാധാരണയായിട്ട് വരുന്ന. ഹൈബ്രിഡിൽ നിന്ന് ഒരു മാസം എത്ര യൂണിറ്റ് വൈദ്യുതി ലഭിക്കും? ബാറ്ററിയിൽ ശരാശരി 25% വൈദ്യുതി സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതിനാൽ 1 കിലോവാട്ടിന് 4 യൂണിറ്റ് എന്നുള്ളൊരു തമ്പ് റൂൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് 5 കിലോവാട്ടിൽ നിന്നും 1 കിലോവാട്ട് 120 യൂണിറ്റ് എന്ന കണക്കിൽ 600 യൂണിറ്റ് നമുക്ക് ഒരു മാസം ലഭിക്കുന്നു. ബാറ്ററി സ്റ്റോറേജ് കൂടുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് കുറവ് വരും. ലോൺ എടുത്ത് ഹൈബ്രിഡ് സ്ഥാപിച്ചാൽ അതിന് EMI എത്ര വരും? ഹൈബ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ സാധാരണയായി സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചവരാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുന്നവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ഇലക്ട്രിക് കാറും ഒക്കെ വീട്ടിലുണ്ടാവും. അതനുസരിച്ച് മുടക്കുമുതൽ കിട്ടുന്ന കാലാവധി നോക്കുകയാണെങ്കിൽ 240 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 2000 കിലോമീറ്റർ കാറ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. 1 കിലോമീറ്ററിന് 6 രൂപ പെട്രോൾ എക്സ്പെൻസ് എന്ന കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12,000 രൂപ ഒരു മാസം ലാഭിക്കുന്നു. ഇനി 60 യൂണിറ്റ് കൊണ്ട് 2000 കിലോമീറ്റർ 2 വീലറിൽ യാത്ര ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു മാസം 4,000 രൂപ പെട്രോൾ സേവിക്കുന്നു. ഇനി 210 യൂണിറ്റ് കൊണ്ട് ശരാശരി KCBയുടെ 8 രൂപ നിരക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,800 രൂപ ലാഭിക്കുന്നു. ഒരു 90 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 15 കിലോ ഗ്യാസ് സേവ് ചെയ്യാം. ഇങ്ങനെ 1000 രൂപ സേവ് ചെയ്യുന്നു. ഇങ്ങനെ കണക്ക് കൂട്ടുവാണെങ്കിൽ ഒരു മാസം 18,800 രൂപയുടെ ലാഭം ഉണ്ടാകുന്നു. 5 ലക്ഷം രൂപ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 16,133 രൂപ EMI അടച്ചാൽ മതി. അതായത് 3 വർഷം കൊണ്ട് മുടക്കുമുതലും പലിശയും തിരികെ ലഭിക്കും. ഇനി ഇലക്ട്രിക് സ്കൂട്ടറും വൈദ്യുതിക്കും ഗ്യാസിനും ഉപയോഗിക്കുന്നവർക്ക് എത്ര വർഷം കൊണ്ട് മുടക്കുമുതൽ തിരികെ ലഭിക്കുമെന്ന് നോക്കാം. ഒരു മാസം 2000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് 4,000 രൂപ പെട്രോൾ ഇനത്തിൽ ലാഭിക്കുന്നു. 90 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 1000 രൂപയുടെ ഗ്യാസ് ലാഭിക്കുന്നു. 450 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 1,800 രൂപ കറണ്ട് ചാർജ് ഇനത്തിൽ ലാഭിക്കുന്നു. ഇങ്ങനെ മൊത്തം ഒരു മാസം 6,800 രൂപ ലാഭിക്കുന്നു. 10% പലിശ നിരക്കിൽ 5 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ 7,039 രൂപ EMI മതി. ഇപ്പോൾ നമുക്ക് കറണ്ട് ചാർജും ഗ്യാസ് ചാർജിൽ ലാഭിച്ച പൈസ കറണ്ട് ഇതായിട്ട് EMI അടച്ചാൽ മതിയെന്ന് അർത്ഥം. നിലവിൽ ഹൈബ്രിഡ് സോളാറിന് 10 വർഷം വാറണ്ടിയും ബാറ്ററിക്കും 10 വർഷ വാറണ്ടിയും നമുക്ക് ലഭിക്കുന്നു. അതായത് ഹൈബ്രിഡ് സോളാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാറ് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് 3 വർഷം കൊണ്ടും സ്കൂട്ടറും വൈദ്യുതിക്കും ഗ്യാസിനും വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് 9 വർഷം കൊണ്ടും മുടക്കുമുതൽ തിരികെ ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലനം കൊടുക്കുന്നു, അതുപോലെ തന്നെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.